നാടൻ വെറൈറ്റിയായ അതിശയജാക്കാണിത്. ഇതുണ്ട് തൈയുടെ പവർ നോക്കി എന്നാ ഉഷാറാന്ന് നോക്കി. ഇത് ഒരു വളമൊന്നും കാര്യമായിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ മറ്റു ഒരുപാട് വളമൊന്നും ചെയ്യത്തില്ല. നല്ല പെട്ടെന്ന് വളരുന്ന ഒരു നാടൻ ഇനമായതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയുണ്ട്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാണല്ലോ, ഇപ്പോൾ ഈ പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 തലമുറയിലായാലും ഈ പ്ലാവിന് യാതൊരു കേടും വരികയില്ല. എന്നും ചക്ക കായ്ച്ചുകൊണ്ടിരിക്കും, എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചക്ക കായ്ച്ചുകൊണ്ടിരിക്കും. നാടനായതുകൊണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഈ അവക്കാഡോയുടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് എവിടെ പോയാൽ ഞാൻ അവക്കാഡോ മേടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റുള്ള അവക്കാഡോ നമ്മുടെ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഇത്രയും ടേസ്റ്റുള്ള അവക്കാഡോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കഴിച്ചിട്ടില്ല. ചൂട് കാലാവസ്ഥയിൽ ഏതൊരാൾക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏക വിളയാണ് ഈ അവക്കാഡോ. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറിച്ചാണ്, രണ്ടാമതുണ്ടായതാണ്. ഇതിൻ്റെ മുളകിൻ്റെ രീതിയായി കണ്ടോ, ഇത്രയും തിരിക്ക് നീളമുണ്ട്. ഇതിപ്പോൾ ഈ ഷെയ്ഡ് ഇതിൻ്റെയൊക്കെ അടിയിലായിട്ടാണ് മുളക് മണിപിടുത്തം കുറവ്, ഇല്ലെങ്കിൽ നിറച്ച് മണി പിടിക്കും. അതുപോലെ ഈ ഉണ്ടോ ഡബിളായിട്ടുണ്ടാകും, മിക്കതും ഡബിളായിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഒരു ഇതേ തന്നെ ഇതുണ്ടാവും. തൈക്ക് ഞാൻ ഈ വർഷം 65 രൂപയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 65 രൂപയ്ക്ക് നമുക്ക് തൈ കൊടുക്കാം. ഇത് എന്താ പറയുക, എല്ലാ വർഷവും ഒരുപോലെ കായി. 65 കൊടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കൊടിയാണിത്. അതുകൊണ്ട് ഇനി ഇതിനെ കവർ ചെയ്യാൻ വേറൊരു കൊടി ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നമ്മുടെ നേഴ്സറിയുടെ പേര്, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ നേഴ്സറി കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരിനടുത്ത് ചുങ്കക്കുന്ന് എന്ന പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇതുള്ളത്, നേഴ്സറി ഉള്ളത്. ഓക്കെ, നേരിട്ട് വന്നാൽ നമുക്ക് തൈ കൊടുക്കാം. ഓക്കെ, ആരും നിരാശപ്പെടുത്തില്ല. ആരും നിരാശപ്പെടുത്തില്ല. കാരണം അതുകൊണ്ട് ലൈനിൽ വിടാനുള്ള കിട്ടുന്നില്ല, സാധനമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം ഉള്ള പോലെ ഈ 10 ചോദിക്കുന്നവർക്ക് 2 പോലും ഞാൻ കൊടുക്കാതെ വിടൂല. കാരണം ആ സാധനത്തിൻ്റെ ലഭ്യത പോലെ. നേഴ്സറി എന്ന് പറയുന്നെങ്കിൽ കേട്ടോ, ചേട്ടന് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള കുറച്ച് വെറൈറ്റി മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെ? കുരുമുളകിലാണെങ്കിൽ നമ്മുടെ കൊട്ടിയൂർ പേപ്പർ, ഈ അവക്കാഡോ ഉണ്ട്, പിന്നെ നമ്മുടെ അതിശയജാക്ക് പ്ലാവ്. അത് ഞങ്ങൾ നേരത്തെ എടുത്താണ്. പ്ലാവ് ഇതാ നമുക്ക് അവിടെ നിൽപ്പുണ്ട്. പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മഴക്കാലത്ത് ഫുള്ള് ചക്ക കിട്ടും. നല്ല ചക്കപ്പഴവും വറക്കാനും ചിപ്സിനും അതുപോലെ പഴിപ്പിക്കാനും ഏറ്റവും നല്ലതാണ്. അതിലുപരി ഇതിന് കേടില്ല. നമ്മൾ ഇന്ന് പറിച്ചു വെച്ചാലും ഒരു 10 ദിവസം വരെ ഒരു കേടുമില്ലാതെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രാവിലെ പുഴുങ്ങുന്നവർക്കാണെങ്കിൽ പുഴുങ്ങാം, അല്ല ചിപ്സ് വറുക്കാനുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാം. ഇനിയിപ്പോൾ പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറിച്ച് വെക്കേണ്ട കാര്യമില്ല. അത് തന്നെ മരത്തേന് താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോൾ അത് കണക്കിന് പഴം നല്ല മധുരമാകും. അന്നേരം മുറിച്ചാൽ മതി. ഏറ്റവും നല്ലത്. ഓക്കെ, നാടൻ പ്ലാവാണ്, നല്ല നാടൻ പ്ലാവാണ്. പേരെന്താ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ അതിശയജാക്ക്. ഓക്കെ, നമ്മൾ തന്നെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ചോദിച്ചത്, കാരണം നാടൻ വെറൈറ്റി പ്ലാവുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വെറൈറ്റി എന്തായാലും ഇഷ്ടപ്പെടും. ഈ കാണുന്ന കുരുമുളക് വെറൈറ്റിയുടെ വളർച്ച കാരണം ഇദ്ദേഹം പേറ്റന്റിന് അപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിയ കസ്റ്റമറുടെ എല്ലാം ഫീഡ്ബാക്ക് അങ്ങനെയാണ് അല്ലേ? ഈ വെറൈറ്റിയെ കുറിച്ച് പറയാമോ? ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കും. ഈ വർഷം പൊതുവിലെ നമ്മുടെ ഈ നാട്ടിലേക്ക് മുളക് തീരെ കുറവായിരുന്നു. തീരെ കുറവെന്നാൽ ചില കൊടികളൊന്നും കയറാൻ പറ്റുന്നു, കയറേണ്ട ആവശ്യമില്ല. അതുപോലെ മുളക് കുറവായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഇനം കൊടിയിൽ നിറയെ മുളകായിരുന്നു. നിറയെ മുളകെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുളക്, അതുപോലെ കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഇങ്ങനെ എല്ലാ വർഷവും ഒരേമാതിരി കായ്ക്കുന്ന. അതുപോലെ തിരിക്ക് നല്ല നീളമുണ്ട്. ഞാൻ കാണിച്ചില്ല, ഇപ്പോൾ അവിടെ നമുക്ക് നല്ല തിരിക്ക് നീളമുണ്ട്. അത് നന്നായിട്ട് മണിപിടുത്തം. മുളകിന് തൂക്കമുണ്ട്. സാധാരണ പന്നിയൂറൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ 1 കിലോ പന്നിയൂർ വണ്ടിനെ ഉണങ്ങി കഴിഞ്ഞാൽ 250 ഗ്രാം ഉണക്കേ കിട്ടുള്ളൂ. ഇത് 400 ഗ്രാം ഉണക്ക് കിട്ടും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറ്റിക്കുരുമുളക് 10 മേടിച്ചിട്ട് പോയിട്ട് പുള്ളി കഴിഞ്ഞ വർഷം മേടിച്ചാൽ ഈ വർഷം പുള്ളി അതിൻ്റെ പറിച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും 12 കിലോ പച്ചക്കുരുമുളക് കിട്ടി. 12 കിലോ കിട്ടിക്കഴിഞ്ഞാൽ ഉണക്കി കഴിഞ്ഞപ്പോഴേ 4200 ഉണക്കുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത്ര മെച്ചമുണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വെറൈറ്റിയാണ്. അത് ഇത് തൂക്കം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് തൈ വളരാൻ സമ്മതിക്കുന്നില്ല. അതിനിപ്പം തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ തൈ ഇല്ല നമുക്കിത്. കാരണം ഇതാ അതിൻ്റെ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഗ്യാപ്പ് വരുന്നതെല്ലാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തൈ എടുത്ത് പോവുക. ഇപ്പോൾ നമ്മുടെ മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന തൈ ഇല്ല ഇപ്പോൾ ഇത്. പക്ഷേ ഇതെല്ലാം ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ട് വളർത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അതാണ് ആ തൈയുടെ ആ മാതൃവൃക്ഷം കണ്ടുകൊണ്ടാണ് അവർ ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം നല്ല വളർച്ചയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ വർഷം ഒരു കൊടിയാലും മുളകില്ലായിരുന്നു, വളരെ കുറവായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഇനം കൊടിയാലും ഇവിടെ ഈ നന്നായിട്ട് മുളകുണ്ടായിരുന്നു. പിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒന്നിനൊന്നിനും മെച്ചം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രമേ, ഈ വെറൈറ്റി മാത്രമേ, വേറെ ഒരു സാധനം അത് കേട്ടില്ല. വേറെ പിന്നല്ലേ, ഇത് നമ്മുടെ അടുത്ത് നല്ല സാധനമുള്ളപ്പോൾ പിന്നെ വേറെ എന്തിനാ മറ്റുള്ള നോക്കേണ്ട കാര്യമില്ല. നേഴ്സറിലൊക്കെ എല്ലാ വെറൈറ്റി കുറച്ചെങ്കിലും ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ വേറെ വെറൈറ്റികൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 65 കൊടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. 1-2 65 ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കൊടിയാണിത്.
അതുകൊണ്ട് ഇനി ഇതിനെ കവർ ചെയ്യാൻ വേറെ കൊടിയില്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, ഈ ഒരു വെറൈറ്റി ഈ മാത്രമേ ഒറ്റ ഉള്ളൂ. ഇനി പേറ്റന്റ് കാര്യം എങ്ങനെയാണ്? പേറ്റൻ്റ് കാര്യം അവർ കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷം വന്നു, അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞ് അടുത്ത വർഷം ഇനി ഡൽഹിയിൽ നിന്ന് ആൾ വരണം. ഡൽഹിയിൽ നിന്ന് ആൾ വന്നാൽ കണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു നമുക്ക് പേറ്റൻ്റ് അവകാശം ഉറപ്പിച്ചതാണ്. പക്ഷേ അവരോട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അവകാശം കിട്ടും. അത് നിങ്ങൾക്ക് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ലേ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ അത് പിന്നെ ഓക്കെ അല്ലേ, പിന്നെ അധികം പരസ്യത്തിന്റെ പുറകെ ഇദ്ദേഹം പോകാറില്ല. അതുകൊണ്ടാണ് എന്താ ഈ ഒരു വെറൈറ്റി അധികം ആൾക്കാർ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് എല്ലാം അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് അവരെല്ലാം വരുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര് വന്ന് വാങ്ങി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു തൈയെങ്കിലും വെച്ച് നോക്കുക. ചേട്ടാ, ഈ തൈക്ക് എങ്ങനെ പ്രൈസ്? തൈക്ക് ഞാൻ ഈ വർഷം 65 രൂപയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ 65 രൂപയ്ക്ക് നമുക്ക് തൈ കൊടുക്കാം. നിലവിൽ നമുക്ക് എത്ര തൈ കൊടുക്കാൻ പറ്റില്ലേ? ഇപ്പം നമുക്ക് തൈ കുറവാണ്. എന്നാലും നമുക്ക് വരുന്നവർക്ക് ഞാൻ വളരെ തൃപ്തി സന്തോഷത്തോടെ ഞാൻ കൊടുത്ത് വിടുന്നുണ്ട്. ആരെയും നിരാശപ്പെടുത്തി വിടുന്നില്ല. പരമാവധി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും തൈ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നേരിട്ട് വരുന്നവർക്ക് മാതൃപ്രശ്നം കാണണമെന്ന് പറയാൻ കാണിച്ചു കൊടുക്കാം. ഉണ്ടുണ്ട്, വീട്ടിലുണ്ടല്ലോ, കാണിച്ചു കൊടുക്കാം. പക്ഷേ നമുക്ക് ഈ പന്നി ശല്യം കൂടുതലായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം നല്ല മുഴുത്ത കൊടിയായിരുന്നു. അത് ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മറിച്ച് കെട്ടാൻ വേണ്ടി ഞാൻ ഗ്രീനെറ്റൊക്കെ കൊണ്ട് വെച്ച് അന്ന് രാത്രിക്ക് പന്നി കുത്തി നശിപ്പിച്ച് കളഞ്ഞു കൊടിയൊക്കെ. അതുകൊണ്ട് ഭയങ്കര ദുഃഖമായി പോയി. എന്നാലും വേറെ കാര്യമുണ്ട്, അതിൻ്റെ തൈക്കൊടിയുണ്ട്. അത് നമുക്ക് ചെയ്ത് കൊടുക്കുക, കാണിച്ചു കൊടുക്കാം. ഇതിന്റെ മരത്തെ കയറുന്ന ഐറ്റവും ഉണ്ട്, പിന്നെ കുറ്റിക്കുരുമുളക് രണ്ടും ഈ വെറൈറ്റി തന്നെ. അത് തന്നെ എല്ലാ സൈസും. ഈ കുറ്റിക്കുരുമുളക് അതെ, അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ ചെളിക്കണ്ടം പോലെയുള്ളിടത്ത് അല്ലെ ഈ ചതുപ്പിലൊക്കെ ഇപ്പോൾ ഈ പോസ്റ്റോ അല്ലെ PVC പൈപ്പ് അങ്ങനെയുള്ള സാധനമൊക്കെ നട്ട് ചെയ്തിട്ട് അകത്തേക്ക് നടാൻ പറ്റുന്ന ഈ ഗ്രാഫ്റ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാ രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലുള്ള കാലാവസ്ഥയായാലും നമുക്ക് നടാൻ പറ്റും. വയലിൽ ഈ വേര് പിടിപ്പിച്ച ഈ സാധനം നടാൻ പറ്റില്ല, ചീച്ചിൽ പിടിക്കും. അതുകൊണ്ടാണ് അവിടെ ഈ കുളപ്രിയത്തിൽ അല്ലെ ഈ തിപ്പിലി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അവിടെ അത് കുഴപ്പമില്ല. വെള്ളം പൊങ്ങാതെ വെച്ചാൽ മതി. ഈ ചതുപ്പിലിങ്ങനെ നന്നായിട്ട് വളരും. അത് നല്ല മുളകും കിട്ടും. സർപ്പൻ ലൈൻ മോഡലുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത് തൈയുണ്ട്, അതും ചെയ്യിക്കുന്നുണ്ട്. ഈ വെറൈറ്റിയുടെ കുറ്റിക്കുരുമുളക് കാണിക്കാമോ? കുറ്റിക്കുരുമുളക് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ കുറ്റിക്കുരുമുളക്. ഇതുണ്ടോ? ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറിച്ചാണ്, രണ്ടാമതുണ്ടായതാണ്. ഇതിൻ്റെ മുളകിൻ്റെ രീതിയായി കണ്ടോ, ഇത്രയും തിരിക്ക് നീളമുണ്ട്. ഇതിപ്പോൾ ഈ ഷെയ്ഡ് ഇതിൻ്റെയൊക്കെ അടിയിലായിട്ടാണ് മുളക് മണിപിടുത്തം കുറവ്. ഇല്ല നിറച്ച് മണി പിടിക്കും. അതുപോലെ ഈ ഇതുണ്ടോ, ഡബിളായിട്ടുണ്ടാകും. മിക്കതും ഡബിളായിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഒരു ഇതേ തന്നെ ഇതുണ്ടോ, സിംഗിൾ വളരെ കുറവാണ്. എല്ലാം ഡബിളായിട്ട് ഇങ്ങനെ ഉണ്ടാകും, ഓരോ തിരിയും. ഓക്കെ, സാധാരണ ഇങ്ങനെ വളരെ കുറവായത്. തിരി നീളമാണ്. ഇതുണ്ടോ, ഇപ്പോൾ ഇതിന് നീളം കണ്ടോ, ഈ ഒരു നീളത്തിലാണ് തിരി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് കിട്ടും. അതുപോലെ നല്ല മുളകിന് തൂക്കമുണ്ടോ. ഇതെല്ലാം ഈ ഡബിളായിട്ട് ഇതുണ്ടോ, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടോ. ഇത് ശ്രദ്ധിച്ചോ, ഇതുണ്ടോ, ഇതൊക്കെ പുതിയ തിരി ഇടുന്നതാണ്. ഇതൊക്കെ പുതിയ തിരി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ഡബിളായിട്ടൊക്കെ ഉണ്ടാകും. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടോ, ഇതുണ്ടോ. ഇതൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറിച്ചതാണ്. പറിച്ചിട്ട് ഇപ്പോൾ രണ്ടാമതുണ്ടാകണം. ഇതൊക്കെ ഇതുണ്ട്. ഇത് തിരിയുടെ നീളം കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ നീളം ഉണ്ടല്ലേ? ഇത്ര നീളം. ഇനി ഇതിലും വളരും. മൂന്നാമത്തെ വർഷമായി കഴിഞ്ഞാൽ ഇതിലും കാര്യം തിരിക്ക് നീളം വരും. യഥാർത്ഥ ഈ കൊടിയുടെ മാതൃവൃക്ഷത്തിൻ്റെ അതേ സ്വഭാവം കാണിക്കണമെങ്കിൽ മൂന്നാമത്തെ വർഷം തൊട്ടേ ആകുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമായത്. ആദ്യത്തെ വർഷം കഴിഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ വർഷം കയറിയതേ ഉള്ളൂ. മൂന്നാമത്തെ വർഷം ആകുമ്പോഴാണ് ഇതിൻ്റെ മാതൃവൃക്ഷത്തിൻ്റെ ശരിയായ രീതിയിലേക്ക് വരുള്ളൂ. നല്ല മണിപിടുത്തം ഉണ്ടാകും, നന്നായിട്ട് നല്ല ഒരു രീതിയിലേക്ക് വരുന്നു. അലങ്കാര ചെടിയായിട്ട് പോലും നമുക്ക് വീട്ടിൽ ഇത് കൊണ്ടുപോയി ഇത് അലങ്കരിച്ച് മുളകും കിട്ടും. ഇത് വീടിൻ്റെ മുറ്റത്ത് ചെടി പോലെ നടാൻ പറ്റും. ഇതാ ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ, അതുപോലെ നമുക്ക് ചെടി പോലെ നടാൻ പറ്റും. ചെടി പോലെ നട്ടാൽ രണ്ട് ഗുണമുണ്ട്. ചെടിയുടെ ഗുണവും കിട്ടും, കുരുമുളകും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാനും. അത് ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചെമ്പേരിന്ന് സുഹൃത്ത് 10 എണ്ണം മേടിച്ചിട്ട് പോയി. കഴിഞ്ഞ വർഷം 10 എണ്ണം മേടിച്ചിട്ട് പോയിട്ട് പുള്ളിക്ക് ഞാൻ പറഞ്ഞായിരുന്നു അത്. പിന്നെ നല്ല മുളക് കിട്ടിയത്. അത് ആദ്യത്തെ. പിന്നെ ഇനി ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുള്ളൂ, അല്ലെ കുറേ അല്ലത്. മുളക് കൂടുകയുള്ളൂ. ഈ വെറൈറ്റി നിലത്ത് വെച്ചൊന്ന് കാണിക്കാമോ? കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആ വെറൈറ്റി നിലത്ത് വെച്ചതാണ്. ഈ നിലത്ത് വെച്ചാണിത്. അതായത് ഇത് ഞാൻ മുഴുവൻ മുളക് ഉണ്ടായിട്ടുണ്ട്. ഈ മുഴുവൻ ഞാൻ പറിച്ചു കളഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്ക്. ഇതുണ്ടോ, വേരുണ്ടോ, ഇതിൻ്റെ വേര് കണ്ടോ, നല്ല വേര് പിടുത്തമുള്ളത്. ഇതുണ്ട്, ഈ വേര് നല്ല പിടുത്തമുണ്ട്. ഈ മുളകെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം പറിച്ചു കളഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്ക്. കാരണം ഇത് ഈ വേനലായതുകൊണ്ട് വളരാൻ വേണ്ടിയിട്ട് ഈ മുളക് മുഴുവൻ ഞാൻ പറിച്ചു കളഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പുഷായിട്ട് വളരാൻ വേണ്ടിയിട്ട്. ഇത് മുളക് നിന്നാൽ വളർച്ച ഇച്ചിരി കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ മുളക് ആകുന്ന ഞാൻ പറിച്ചു കളഞ്ഞത് ഒരു മെയ് ജൂൺ ആകുമ്പോഴത്തേനും നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുവരെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കും ഇത്. ഓക്കെ, അത് ഇതാ ഇതിൻ്റെ ഗുണം. ഇത് വളർത്തേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ചെറിയൊരു വള്ളി എടുത്ത് കുടുക്കിട്ടിട്ട് ഓരോ കമ്പയിൽ നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത്
പോവുകയില്ല, നല്ല പിടുത്തത്തിൽ അവിടെ നിൽക്കും. ഇത് മുകളിലോട്ടും പൊങ്ങും, മറ്റേ സൈഡിലോട്ടും വന്ന് നല്ല കച്ചിത്തൂറ് പോലെ നല്ല വളർന്ന് നിൽക്കും. നന്നായിട്ട് മുളകും കിട്ടും, പ്രതീക്ഷിക്കാത്ത മുളക് കിട്ടും ഓരോ കൊടിയൊന്നും. നമ്മൾ വീട്ടിൽ നിലത്ത് വെച്ചിട്ടേ ഇതിൽ പ്രത്യേകിച്ച് വളമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യം എങ്ങനെയാണ് ഇതിന്റെ രീതി എങ്ങനെയാണ്? ഈ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ചാണകം മാത്രം കലക്കി ഒഴിച്ച് വിട്ടാൽ മതി. പച്ചച്ചാണകം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അത് കലക്കി ഒഴിച്ച് വിടുക. പിന്നെ നമ്മുടെ ഈ കടലപ്പിണ്ണാക്കില്ലേ, കപ്പലിൻ്റെ പിണ്ണാക്കുന്നത്, അതും കൊടുക്കുന്നതല്ല. വല്ല രാസവളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം ചെയ്തേച്ചാൽ മതി. ജൈവവളം കൊടുത്താൽ മുളക് കിട്ടും, ഇഷ്ടം പോലെ മുളക് കിട്ടും. ഈ നമ്മുടെ ഈ കൊട്ടിയൂർ പേപ്പറിൻ്റെ കുറ്റിക്കുരുമുളകായത് ഈ മുകളിൽ തൈയാണ്. ഇതല്ല, ഇതിനേക്കാൾ ഇച്ചിരി വളരണുണ്ട്. ഇപ്പോൾ ആ വലിയ ആൾക്കാർ എടുത്തുകൊണ്ട് പോയതാണ്. നല്ല ഇതിനേക്കാൾ ഇച്ചിരി ഈ പവറൊക്കെ ഉള്ള തൈയാണ്. വിടുന്നില്ലല്ലേ? ഇല്ലല്ല, വളരാൻ വിടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആ വലുതെല്ലാം ആൾക്കാർ ഇന്നലെ നിർബന്ധിച്ച് എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇത് 350 രൂപയുടെ കൂടിയാണിത്. 350 രൂപ. ഇത് തിരിയിട്ടാണ് ഞാൻ ഇത് പറിച്ച് കളഞ്ഞാൽ. ഇത് കണ്ടോ, പറിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ വേറെ പുതിയ നാമ്പ് വരുന്നുണ്ടോ? ഇത് എങ്ങനെ എപ്പോഴും കൂമ്പ് വന്നുകൊണ്ടിരിക്കും ഇത്. അതാ ഇതിൻ്റെ പ്രത്യേകത. ഇത് നന്നായിട്ട് വീട്ടിൽ സൈഡിൽ കൊണ്ട് വെച്ചാൽ നന്നായിട്ട് വളർന്ന് നല്ല മുളക് കിട്ടും. വീട്ടിലെ കുറ്റിക്കുരുമുളക് എടുക്കണമെങ്കിൽ നമുക്ക് എത്ര തൈ മിനിമം വെക്കണം ആദായം കിട്ടണമെങ്കിൽ? സാധാരണ ഒരാൾക്ക് ഒരു വീട്ടുകാർക്ക് ഒരൊറ്റ കുറ്റിക്കുരുമുളക് മതി. അവർക്ക് അവരുടെ വീട്ടാവശ്യത്തിന് ആ ഒറ്റ മുളക് മതി, കൊടി മതി, ഒരു തൈ മതി, ഒറ്റ കൊടി മതി. ഇനി കുറച്ച് ആദായം കൂടെ വേണമെങ്കിൽ ആദായം വേണമെങ്കിൽ 10, 15, 10, 50 വേണം. 50 ഒക്കെ കൊണ്ടുവന്നവരുണ്ട്, 50, 100 ഒക്കെ കൊണ്ടുവന്നവരുണ്ട്. അതെ. ഈ ചിലർ ഈ വയലിനകത്ത് വെക്കാനായിട്ട് വന്നിട്ട് ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് 10, 50 ഒക്കെ കൊണ്ടുവന്നവരുണ്ട്. അപ്പോൾ അവർ ഭയങ്കര നല്ല ഹാപ്പിയാണ് അവർ. കാരണം നല്ല വളർച്ചയുണ്ട്, നല്ല മുളക് കിട്ടുന്നുണ്ട്. മറ്റുള്ള കൊടി വെച്ചിട്ട് ഈ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ചേട്ടൻ വന്നു, പുള്ളി എല്ലാത്തിൻ്റെയും കുറ്റിക്കൊടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഇതിൻ്റെ കൊണ്ടുപോയായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 4 കൊണ്ട് വെക്കാൻ സ്ഥലമുള്ളൂ, ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളി 4 ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി. ഓക്കെ. ഈ ഫീൽഡിൽ തന്നെ ഒരുപാട് വർഷത്തെ അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഈ വെറൈറ്റി കുറ്റിക്കുരുമുളക് നമ്മളിപ്പോൾ തറയിൽ വെക്കുന്നതാണോ കവറിൽ നടന്നതാണോ ഏറ്റവും കൂടുതൽ നമുക്ക് മെച്ചം? ഈ കവറിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ കവറിൻ്റെ ഉള്ളിലുള്ള അത് മാത്രമേ കിട്ടുന്നുള്ളൂ. തറയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ വേര് ഓടാനും അത് പാസ് ചെയ്യാനും അതുപോലെ വളർച്ചയ്ക്കും എല്ലാം ഇച്ചിരി വിസ്താരം കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ എപ്പോഴും നല്ലത് തറയിൽ വെക്കുന്നത് തന്നെയാണ് ഒന്നുകൂടെ നല്ലത്. രണ്ടാമത് പിന്നെ സ്ഥലം പരിധി കുറവുള്ളവർക്ക് കവറിനകത്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റിലും അങ്ങനെയുള്ളവർക്ക് അത് വെക്കാം. എന്നാലും പക്ഷേ വെച്ച് വലിയ ബാരലോ അല്ലെങ്കിൽ വലിയ കവറോ വേണം, അല്ലെങ്കിൽ നല്ല വളർച്ച കിട്ടും. നമ്മുടെ ഇതൊരു അവക്കാടയാണ്. ഇതിൽ വ്യത്യസ്തം എന്നാന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇരിട്ടിക്ക് അപ്പുറത്തുള്ള ഏറ്റവും ചൂട് കൂടിയ ഒരു പ്രദേശം അവിടെ. പക്ഷേ അവിടുത്തെ ഞാൻ കഴിഞ്ഞ ഒരു ഒക്ടോബർ ആയപ്പോഴത്തേനും അവിടുന്ന് അതിൻ്റെ പഴം കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റുള്ള നല്ല പഴമാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിക്കേണ്ട സാധനം. അത് ഞാൻ പലയിടത്തുനിന്നും വയനാട്ടിൽ നിന്നും അതുപോലെ പല ഇടുക്കിയിൽ നിന്നെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്ര വെക്കില്ല. ഇത്ര നല്ല ടേസ്റ്റുള്ള നല്ല പഴമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ അന്ന് അതേ ഒക്ടോബറിൽ ഈ കാപ്പിക്കുരു പോലെ കുറേ സാധനം ഉണ്ടായിരുന്നു. അത് കുറച്ച് പൊഴിഞ്ഞു, അന്ന് ആ വലിയ മഴയുടെ സമയത്ത് കുറച്ച് പൊഴിഞ്ഞു. എന്നാലും അത് ഇപ്പോൾ നിറച്ച്, അതായത് പല രീതിയിൽ ഇപ്പോൾ പഴമുണ്ട്, അതിൻ്റെ ചെറുതുണ്ട്, അതിൻ്റെ പല രീതിയിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേ പൂവ് അങ്ങനെ പല രീതിയിലുള്ള അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാത്രം ഞാനെടുത്ത് ചെയ്യുന്ന ഇത് അത് മാത്രമേ വട്ടി ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് ഞാനിപ്പോൾ 15 വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കാണിക്കാതെ. അപ്പോൾ അത് എന്താ പറയുക, അത് ആയി കഴിഞ്ഞാൽ 25 പ്ലാന്റ് ചേട്ടൻ നട്ടിട്ടുണ്ട്. നമുക്ക് കാണിക്കാം. ടേസ്റ്റ് അത്രത്തോളം ഉണ്ട്. സൂപ്പർ അത്. ഓക്കെ. അപ്പോൾ ഏത് കാലാവസ്ഥയിലും കായ്ക്കും. ഇത്രയും ചൂട് കാലാവസ്ഥ കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇരിട്ടിക്കപ്പുറത്ത് ഏറ്റവും ചൂടുള്ള പ്രദേശമാണ് കണ്ണൂർ ജില്ലയിൽ. അവിടെയാണ് മരം നിൽക്കുന്നത്. അത് വേറെ സംഭവമുണ്ട്, കാണേണ്ട സ്ഥലം. അത് ഒരു മിറ്റത്തിൻ്റെ മതിലാണ് സൈഡ്. ഒരു വശം ഈ ഇൻ്റർലോക്ക് ഇട്ടേക്കുവാണ്, ഒരു വശം മറ്റേ ഒരു വലിയ മെയിൻ റോഡാണ്. ആ മുക്കിനാണ് നിന്ന് അത്രയും ചൂടിൽ നിൽക്കുന്നത്. അതിൻ്റെ ചൂടിലൊക്കെ ഒരു തരി തണലില്ല. അതുപോലെയുള്ളിടത്താണ് ആ നിൽക്കുന്നത്. എന്നിട്ട് അത്രയും കായ്ക്കുന്നത്. ഇതിന്റെ വില എങ്ങനെയാണ്? ഇതിന്റെ വില ഞാൻ കൊടുക്കുന്നത് 500 രൂപയ്ക്കായിട്ട് കൊടുക്കുന്നത്. 500 രൂപ. ഡെലിവറി നമുക്കിപ്പോൾ ചെയ്യാനുള്ള സാധനം ഇല്ല. പക്ഷേ നമുക്ക് ചെയ്യണം. ആകെ ഒരുപാട് പേര് വിളിക്കലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പം നമുക്ക് സാധനം കമ്മിയായതുകൊണ്ട് ഇച്ചിരി ആയി കഴിയുമ്പോൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈ അതിശയജാക്ക് എന്ന് പറയുന്ന പ്ലാവാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോയി പിടിക്കുകയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും, പഴുപ്പിക്കാനും, വറക്കാനും, പുഴുങ്ങാനും എല്ലാം നല്ലതാണ്. പിന്നെ അതിലുപരി എന്താണെന്ന് വെച്ചാൽ കേടില്ല. നമ്മൾ ഇന്ന് പറിച്ച് വെച്ചാൽ 10 ദിവസം വരെ ഒരു കേടും കൂടാതെ കണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പഴുപ്പിച്ച് വെച്ചാലും അങ്ങനെ കേട് വരുന്നില്ല. പഴുപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. മരത്തിൽ നിന്ന് നമുക്ക് പഴം തന്നെ താഴെ വീഴും പഴുത്ത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് മുറിച്ചാൽ മതി. എന്നാലേ അതിന് ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. കേടെന്ന് പറയുന്ന സംഭവം ഇതിന് നാടൻ വെറൈറ്റിയാണ്. ഓക്കെ. ഇതെങ്ങനെ ചാർജ് ചെയ്യുന്നത്? ഇതിന് ചാർജ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ആ മുഴുത്ത സൈസ് പ്ലാവിനൊക്കെ 250 രൂപയാണ് വില. ഓക്കെ. ഇതൊക്കെ 250 രൂപ. എല്ലാം 250 രൂപ. ഓക്കെ. നിലവിൽ അത്യാവശ്യം കൊടുക്കാത്ത തൈയുണ്ട്.
ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇവിടെ വരുന്നവർക്കേ ഉള്ളൂ. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈനിൽ വിടാനുള്ള സാധനം നമുക്ക് ഒന്നാമത് സമയവും സാഹചര്യമൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് നമുക്ക് സുലഭമായിട്ട് കൊടുക്കാം. അത് മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് നമുക്ക് ലൈനിൽ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ നാടൻ വെറൈറ്റി പ്ലാവുകൾ അന്വേഷിക്കുന്നവർക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വെറൈറ്റി ധൈര്യമായിട്ട് വാങ്ങാം അല്ലേ? ഇനി വെറൈറ്റിക്ക് എന്താ പേരിട്ടിട്ടുള്ളത്? ഇതിന് നമ്മൾ അതിശയജാക്ക് എന്ന് പറഞ്ഞ പ്ലാവാണ്. ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ പണ്ട് രണ്ട് വീട് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഒത്തിരി വാങ്ങിയവരൊക്കെ അതായത് കേരളത്തിന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വാങ്ങിയവരുണ്ട്. പിന്നെ കർണാടകത്തിന്റെ പല ഭാഗങ്ങളിലും വാങ്ങിയവരുണ്ട്. ഇപ്പോഴും നാടൻ വെറൈറ്റി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവരെന്തായാലും വീഡിയോ കണ്ടിട്ട് വിളിക്കാം. അതെ 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 അതെ. ഇത് നമ്മൾ ഈ കണ്ടൽ ചെടി ഈ ടിപ്പിലി എന്ന് പറയുന്ന സാധനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണിത്. ഇത് നമുക്ക് ചെളിക്കണ്ടത്തിലോ അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ വെള്ളം പൊങ്ങരുത്. പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റ് ഈ കൊടിയുടെ അവിടം വരെ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ കേട് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് താഴെ വരെ നിൽക്കത്തക്ക രീതിയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോസ്റ്റോ PVC പൈപ്പോ എന്തെങ്കിലും ആണെങ്കിലും അതൊക്കെ കയറ്റി വിടാൻ പറ്റും. അല്ലാത്തടത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ട്. ഈ പോളിയോസ് പുതിയതാണ്. ഇപ്പോൾ അധികമല്ല ചെയ്തിട്ട് ഒരു 2 മാസം ആയേ ഉള്ളൂ കഷ്ടി. അതുകൊണ്ട് കൊടിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ നല്ല കൊടി. ഇപ്പം നമ്മുടെ ഈ നഴ്സറിയിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന തൈ അല്ലാണ്ട് വേറെ ഒരു ഒറ്റ തൈ പോലും ഒരു സ്ഥലത്തുനിന്ന് പോലും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ അത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മൾ ഈ സാധനം ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ അവക്കാഡോ എന്ന് പറഞ്ഞ സാധനം ഇതാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ 10-25 എണ്ണം വെച്ചിട്ടുണ്ട് ഇതിനകത്തൂടെ. ഇതാ പയ്യാനി അവക്കാഡോയും കൂടെയാണ് വെച്ചിരിക്കുന്നത്, നട്ടിരിക്കുന്നത്. അപ്പം അവക്കാഡോ തമ്മാമിന് 20 അടി അകലമുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ലൈന് പയ്യാനിയും വെച്ചിട്ടുണ്ട്. പയ്യാനി തമ്മാമിന് 8 അടിയും അവക്കാഡോയും ഇതിപ്പോൾ നമ്മൾ 6 മാസമായാലും പയ്യാനി നട്ടിട്ട്. ഇപ്പോൾ ഇതുണ്ട് പയ്യാനിയുടെ കൊടി ഞാൻ കൊടി നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം നട്ടേക്കുന്നത് ഇതുണ്ടോ, കൊടി നട്ടേക്കുന്നുണ്ടോ. ഈ ഇച്ചിനകത്തേ കൊടി നടാവുള്ളൂ. കാരണം പയ്യാനി വണ്ണം വെക്കുന്നതനുസരിച്ച് കൊടി ഇച്ചിനകത്തേ നട്ടേച്ചാൽ മതി. നല്ല ഉഷാറായിട്ട് വളർന്നോളും. പുതുമഴയാകുമ്പോഴത്തേനും പെട്ടെന്നൊരു വളർച്ച കിട്ടി. പയ്യാനിയുടെ ഒപ്പം തന്നെ കുരുമുളകും കയറി നല്ല വളർച്ച കിട്ടും. ഇങ്ങോട്ടെല്ലാം തൈ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് അങ്ങോട്ടാണ് വെച്ചേക്കുന്നത് അവക്കാഡോയും പയ്യാനിയും വെച്ചേക്കുന്നത്. ഇവിടെയാണ് 25 തൈ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം അവക്കാഡോ. ഇത് 100 എണ്ണം വെച്ചുകൊണ്ട് പയ്യാനി നട്ടേക്കുന്നത്. ഇത് നമുക്ക് വെറും ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. രാസവളം ഒന്നും കൊടുത്തിട്ടില്ല. ചാണകപ്പൊടി മാത്രമേ 1-2 പ്രാവശ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഈ വേനലായപ്പോൾ 1-2 പ്രാവശ്യം നനയ്ക്കുകയും ചെയ്തു. പിന്നെ ഇന്നലെ മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ നനയ്ക്കലൊക്കെ വളരെ കുറവ് തന്നെയാണ്. വലിയൊരു പരിചരണമൊന്നും വേണ്ട. ഒരു മേഡിയം ലെവലിലങ്ങ് പോയാൽ മതി. ഇതൊക്കെ വേഗം വളർന്നോളൂ.